താനൂർ തൂവൽ തീരം ബീച്ചിലുണ്ടായ ബോട്ടപകടത്തിൽ അന്വേഷണം നടത്തുന്ന ജുഡീഷ്യൽ കമ്മീഷന്റെ സാക്ഷി വിസ്താരം ചൊവ്വാഴ്ച ആരംഭിക്കും. തിരൂർ PWD റെസ്റ്റ് ഹൗസിൽ വെച്ചാണ് വിസ്താരം ആരംഭിക്കുക. അപകടത്തെക്കുറിച്ച് നേരിട്ടും അല്ലാതെയും അറിവുള്ള 103 സാക്ഷികളെയാണ് ചൊവ്വാഴ്ച മുതൽ വിവിധ ദിവസങ്ങളിലായി വിസ്തരിക്കുക. 1 മുതൽ 15 സാക്ഷികളുടെ വിസ്താരമാണ് ചൊവ്വാഴ്ച തുടങ്ങുക. സാക്ഷി വിസ്താരം പൂർത്തിയായാൽ 3 മാസത്തിനകം റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കാനാവുമെന്ന് കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് BK മോഹനൻ മലപ്പുറത്ത് പറഞ്ഞു. 21, 22, 23 തീയതികളിലായിട്ടും അതിനുശേഷം 28, 29, 30 തീയതികളിലായിട്ടും 2 ഘട്ടങ്ങളിലായിട്ടാണ് ഈ സാക്ഷികളെ വിസ്തരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള സാക്ഷികൾക്കുള്ള നോട്ടീസും എല്ലാം നേരത്തെ തന്നെ അയച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നാളെ വിചാരണ തുടങ്ങും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനും, അതായത് ഈ കമ്മീഷൻ്റെ ഒരു പ്രത്യേകിച്ച് തെളിവെടുപ്പിൻ്റെ ഘട്ടത്തിൽ അതിനകത്ത് പങ്കെടുക്കേണ്ട പ്രധാനമായിട്ടും ഈ സാക്ഷികളെല്ലാം പങ്കെടുക്കുന്നതിന് ഈ കമ്മീഷൻ്റെ പ്രവർത്തനവുമായി അല്ലെങ്കിൽ അതിൻ്റെ വിചാരണയുമായിട്ടുള്ള റിപ്പോർട്ടിങ് പത്രങ്ങളിലും ചാനലുകളിലും എല്ലാം വരേണ്ട ഒരാവശ്യമുണ്ട് എന്നുള്ള ഒരു ബോധ്യത്തിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ ഈ കോൺഫറൻസ് വിളിച്ച് ചേർത്തിട്ടുള്ളത്. 2023 മെയ് 7-നായിരുന്നു 22 പേരുടെ മരണത്തിനിടയാക്കിയ ബോട്ടപകടം നടന്നത്. നിരവധി പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തിരുന്നു. ഇപ്പോഴും പലരും ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.